الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ولقد صرفنا في هذا القرآن للناس من كل مثل وكان الإنسان أكثر شيء جدلا സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും മേഖലകളിലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിൽ ഭക്തിയുള്ള, സൂക്ഷ്മതയുള്ള, തഖ്വയുള്ള അടിമകളായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ആമുഖമായി എല്ലാവരെയും ഞാൻ ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരുടെ കൂടെ ഒരു ഖബറിൻ്റെ അരികിലൂടെ നടന്നു പോകുന്നു. ആ സന്ദർഭത്തിൽ വഹീൻ്റെ സഹായത്തോടെ ആ ഖബറാളിയുടെ അവസ്ഥയും അവൻ്റെ സ്ഥിതിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു. തൻ്റെ കൂടെയുള്ള ആളുകളോട് അവിടുന്ന് ചോദിച്ചു, ഈ ഖബറാളി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, കൊതിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? സ്വാഭാവികമായി പല മറുപടിയും വരാം. ഭാര്യ സന്താനങ്ങളെ കാണണം എന്നാവാം, വീട്ടിലേക്ക് മടങ്ങി വരണം എന്നാവാം, അങ്ങനെ പലതും. അതെല്ലാം അവർ പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊന്നുമല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു 2 റക്അത്ത് നമസ്കരിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. 2 റക്അത്ത് നമസ്കരിക്കാൻ, ഒന്ന് റബ്ബിന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് ഈ ഖബറാളി ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ഒരു ദിവസത്തെ ചെലവഴിക്കാൻ പറഞ്ഞത് എന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത്. വുളൂ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരം, ഞാനിത് സൂചിപ്പിച്ചത്
നമുക്ക് 2 റക്അത്ത് നമസ്കാരം അങ്ങോട്ട് ഒഴിവാക്കി കളയുക എന്നതൊരു വിഷയമുള്ള സംഗതിയല്ല. ഫർദ് നമസ്കരിച്ച് അതിൻ്റെ സുന്നത്ത് നമസ്കരിക്കുക എന്നത് ഫർളോളം പ്രധാനപ്പെട്ട ഒരു സംഗതിയായി ഇന്നും നമ്മൾക്ക് മനസ്സിലായിട്ടില്ല. ഒരു പള്ളിയിൽ 100 ആളുകൾ ഫർദ് നമസ്കരിക്കാനുണ്ടെങ്കിൽ 50% ആളുകൾ പോലും സുന്നത്ത് നിസ്കരിക്കൂല. കാരണം നിർബന്ധമല്ലല്ലോ. എങ്കിൽ ആ ഖബറിൽ കിടക്കുമ്പോൾ ഈ 2 റക്അത്ത് നമസ്കാരത്തിന്റെ വിലയും നിലയും ഗൗരവവും ഒരു മനുഷ്യന് ബോധ്യപ്പെടുത്തുന്ന ചരിത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരം ആരംഭിക്കുന്നത് ലഘുവായ 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ടാണ്. ഉളൂ ചെയ്ത് ലഘുവായ 2 റക്അത്ത് നമസ്കരിക്കും. അതിനാണ് ഉളൂഇന്റെ സുന്നത്ത് എന്ന് പറയുക. അതാണ് ബിലാൽ റളിയല്ലാഹു അൻഹു മിറാജിന്റെ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സ്വർഗത്തിൽ ബിലാലിന്റെ കാലൊച്ച കേട്ടല്ലോ എന്ന സംഭവം നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന് ബിലാൽ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി, ഞാൻ എപ്പോഴും ഉളൂഓടുകൂടി നടക്കാൻ ശ്രമിക്കാറുണ്ട്, എപ്പോൾ ഉളൂ ചെയ്താലും ഞാൻ 2 റക്അത്ത് നമസ്കരിക്കാറുണ്ട് എന്നാണ്. ആ നമസ്കാരം നിർവഹിച്ചതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹജ്ജുദിലേക്ക് പ്രവേശിക്കുക. എന്തിന്? നമ്മുടെ ശ്രദ്ധയും നമ്മുടെ കോൺസെൻട്രേഷനും മനസ്സിന്റെ ഏകാഗ്രതയും നമസ്കാരത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ആദ്യത്തെ 2 റക്അത്തിന് പ്രാധാന്യം. നമസ്കാരം എന്നത് ഒരു നിസ്സാര സംഗതിയല്ല. അതിലേക്ക് ശരീരവും മനസ്സും ഉൾച്ചേരേണ്ടതുണ്ട്. ബാങ്ക് വിളിച്ചാൽ പിന്നെ ഇഖാമത്ത് എന്തിനാ? ബാങ്ക് വിളിച്ചാൽ പൊതുവിൽ നമസ്കാരത്തിന് സമയമായി എന്നറിയിക്കുന്നു. അതോടുകൂടെ മുസൽമാന്റെ മനസ്സ് നമസ്കാരത്തിലേക്ക് തിരിയുന്നു. നമസ്കാരത്തിലേക്ക് വേണ്ട ക്രമീകരണം അവൻ തുടങ്ങുന്നു. പള്ളിയിൽ വരുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു, ഇഖാമത്ത് കൊടുത്താലോ ഒന്നുകൂടെ നമസ്കാരത്തിലേക്ക് മനസ്സ് തിരിയാണ്. തുടങ്ങാൻ പോവാണ്. എന്തിനാ? ഓട്ട മത്സരത്തിൽ നിൽക്കുന്ന കുട്ടികൾക്ക് 1 2 3 1 എന്ന് പറഞ്ഞാൽ പോരെ? 1 2 എന്ന് പറയുന്നത് 3 എന്ന് പറയുന്നതിന് മുമ്പുള്ള എല്ലാ ഒരുക്കും പൂർത്തിയാക്കാനാണ്. അതാണ് ബാങ്ക്, അതാണ് ഇഖാമത്ത്. നമസ്കരിക്കാൻ നിന്നാലോ ഇഖാമത്ത് കൊടുത്ത് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, സല്ലൂ കസ്വലാത്തി മുവദ്ദിഇൻ, നിങ്ങൾ യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഒരു മനുഷ്യനെ പോലെ നമസ്കരിക്കണം. നിങ്ങൾ അടുത്ത വക്തിന് നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല, അവസാനത്തെ നമസ്കാരമാണ് എന്ന ബോധത്തോടെ ശരീരവും മനസ്സും ഈ ഇബാദത്തിലേക്ക് കൊണ്ടുവരണം. സഹോദരങ്ങളെ, നമസ്കാരം എന്നത് നമ്മൾക്ക് വളരെ നിസ്സാരമാണ്. 2 മിനിറ്റ് കൊണ്ടൊക്കെ 2 റക്അത്ത് നമസ്കരിച്ച് നമ്മൾ സലാം വീട്ടും, ഒരു പ്രശ്നം നോക്കൂല. എന്താണ് ഇതിന്റെ ഗൗരവം? എന്താണ് ഇതിന്റെ പ്രതിഫലം? എന്താണ് ഇതിന്റെ പ്രാധാന്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് തിലാവത്തിന്റെ സുജൂദ്, ഖുർആൻ ഓതുമ്പോ 10-12 സ്ഥലത്ത് സുജൂദ് ചെയ്യേണ്ടതുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ആ സുജൂദിൽ പ്രവാചകൻ പ്രാർത്ഥിച്ച 1-ലധികം പ്രാർത്ഥനകൾ ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ പഠിച്ചൊരു പ്രാർത്ഥന ഉണ്ട്, സജദ വജീയലില്ലദി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വേറെയും പ്രാർത്ഥന ഉണ്ട്. ആ ഒരു പ്രാർത്ഥന പരിശോധിച്ചാൽ എന്താണ് സുജൂദിന്റെ പ്രാധാന്യം, എന്താണ് നമസ്കാരത്തിന്റെ പ്രാധാന്യം എന്നുകൂടെ നമുക്ക് മനസ്സിലാകും എന്നതുകൊണ്ട് ഞാൻ ആ പ്രാർത്ഥന ഒന്ന് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിന്റെ ആയത്തോതി. ചില മനുഷ്യന്മാർ ആ സുജൂദ് തന്നെ ചെയ്യും. എന്തിനാപ്പ വെറുതെ ഒരു സുജൂദ് ചെയ്യുന്നു? നിർബന്ധമൊന്നുമില്ലല്ലോ. ഖുർആൻ ഓതുമ്പോ ആയത്തിങ്ങനെ ഓതിപ്പോവും. സുജൂദ് ചെയ്യൽ അത്ര വലിയ ഗൗരവമുള്ള സംഗതിയല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും, ഒരു പ്രാവശ്യം പോലും അത്തരം ആയത്തോതുമ്പോൾ സുജൂദ് ചെയ്യാതിരുന്നിട്ടില്ല. കാരണം സുജൂദ് ഉൾക്കൊള്ളുന്ന നമസ്കാരത്തിന്റെ പ്രാധാന്യം അത്രക്കുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ക്തുബ് ലീ ഇൻദക അജ്റാ വദഅ അന്നി വിസ്റാ വജ്അൽഹാ ഇൻദക ദുഖറാ വതഖബ്ബൽഹാ കമാ തഖബ്ബൽതഹാ അബ്ദക ദാവൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിന്റെ ആയത്തിൽ കടന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുവേ ഉക്തുബ്, നീ രേഖപ്പെടുത്തണം റബ്ബേ, ഇൻദക അജ്റാ, ഈ സുജൂദിന്റെ പ്രതിഫലം എനിക്ക് നീ വേറെ തന്നെ രേഖപ്പെടുത്തണം. സുജൂദ് മാത്രമേ ഉള്ളല്ലോ, നിസ്കാരം മൊത്തമല്ലല്ലോ. ആയത്തോതിയാല്
ഫാത്തിഹയും സൂറത്തും റക്അത്തൊന്നുമില്ലല്ലോ, ഒറ്റ സുജൂദ്. ആ സുജൂദിന്റെ പ്രതിഫലം എനിക്ക് നീ രേഖപ്പെടുത്തണം എന്ന് പറയുമ്പോൾ രേഖപ്പെടുത്താൻ മാത്രം പ്രതിഫലം ഉണ്ട് എന്നല്ല ഇതിന്റെ അർത്ഥം. വല്ലഅ് അന്നീ വിസ്റ, എന്റെ പാപങ്ങൾ മുഴുവൻ നീ കൊഴിച്ചു കളയണം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരാൾ സുജൂദിൽ കിടക്കുമ്പോ അയാളുടെ പാപം കൊഴിഞ്ഞു പോകുന്നതിന്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തന്നു. എന്താണെന്നറിയോ? ഒരാള് 2 ബക്കറ്റിൽ അല്ലെ 2 പാത്രത്തിൽ വെള്ളം 2 തോളത്ത് വെച്ച് മൂടാതെ അയാൾ അതിങ്ങനെ സുജൂദ് ചെയ്താൽ ആ വെള്ളം എന്താവും? ആ വെള്ളം മുഴുവൻ ഒലിച്ചു പോകും. അതുപോലെ നമ്മുടെ തോളത്ത് വെച്ച പാത്രത്തിൽ നിന്ന് നമ്മൾ സുജൂദിൽ കിടക്കുമ്പോൾ ഒരു തുള്ളി പോലും ഇല്ലാത്ത വിധം പാത്രം വറ്റിപ്പോകുന്നത് പോലെ അവന്റെ പാപങ്ങൾ സുജൂദിൽ കൊഴിഞ്ഞു പോകും. അതാ സുജൂദിന്റെ മഹത്വം. അതുകൊണ്ടാണ് ഫഅക്സിറൂ ഫീഹാ അദ്ദുആ, നിങ്ങൾ സുജൂദിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. 2 കാര്യ, ഒന്ന് എന്തും പ്രാർത്ഥിക്കാം, 2 അത്രയും സമയം നമ്മൾ സുജൂദിൽ കിടക്കുമ്പോ ഈ പാത്രത്തിൽ നിന്ന് വെള്ളം പോകുന്നത് പോലെ മനുഷ്യന്റെ പാപങ്ങൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് വല്ലഅ് അന്നീ വിസ്റ, എന്റെ എല്ലാ പാപങ്ങളും നീ കൊഴിച്ചു കളയണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. പിന്നെയോ വജ്അൽഹാ ഇൻദക ദുഖറ, ഈ സുജൂദിന്റെ പ്രതിഫലം ഒരു നിധിയായി പരലോകത്ത് എനിക്ക് വേണ്ടി നീ സൂക്ഷിച്ചു വെക്കണേന്ന. സുജൂദിന്റെ പ്രതിഫലം ഒരു നിധി. എന്താ നിധി എന്ന് പറഞ്ഞാലും ഹ്യൂജ് എമൗണ്ട്, വലിയ എമൗണ്ടിനാണ് നിധി എന്ന് പറയാ. അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിൽ നിധിയുടെ സക്കാത്ത് 20%. കാരണം ഒരു അധ്വാനം ഇല്ലാതെ കിട്ടുന്ന, ഒരധ്വാനവും ഇല്ലാതെ വലിയ എമൗണ്ട് കിട്ടുന്നതിനാണ് നിധി എന്ന് പറയാ. അതുകൊണ്ട് അതിന്റെ ശതമാനം 20. അപ്പൊ ഒരു സുജൂദിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അത്രമേൽ വലുതാണ്. വതഖബ്ബൽഹാ, ഈ സുജൂദിനെ നീ സ്വീകരിക്കണം റബ്ബേ എന്നിൽ നിന്ന്. കമാ തഖബ്ബൽതഹാ അബ്ദക ദാവൂദ്, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് അദ്ദേഹത്തിന്റെ സബൂർ പാരായണവും അദ്ദേഹത്തിന്റെ നമസ്കാരവും നീ സ്വീകരിച്ചതുപോലെ എന്നിൽ നിന്ന് റബ്ബേ ഈ സുജൂദും സുജൂദിലെ പ്രാർത്ഥനയും നീ സ്വീകരിക്കണമെന്ന് ലോകത്തിന്റെ നേതാവ് അള്ളാന്റെ മുമ്പിൽ മുട്ടുമടക്കി സുജൂദിലായി കടന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോ എന്താണ് ഒരു സുജൂദിന്റെ പ്രാധാന്യം? ചില മനുഷ്യന്മാരൊക്കെ നമസ്കരിക്കാൻ നേരം വൈകി വന്ന് ഒരു റക്അത്ത് റുക്കൂഴും കഴിഞ്ഞ് സുജൂദിലായാൽ പിന്നെ മൂപ്പരിങ്ങനെ കാത്തിക്കാൻ നീച്ചി വരട്ടെ, ഇമാമ് നീറ്റ് വരട്ടെ, എന്നിട്ട് തുടങ്ങാം. കാരണം വെറുതൊരു സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നോക്കിങ്ങള്, എന്താണ് 2 റക്അത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യം? തഹിയ്യത്ത്. സഹോദരന്മാരൊരു വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു സമ്മാനം ഇല്ലാതെ ഞാൻ നിങ്ങളും പോവോ? പുതിയാപ്പള ഭാര്യ വീട്ടിൽ താമസിക്കുന്ന സിസ്റ്റാണോ ഇവിടെ എനിക്കറിയില്ല. ആണെങ്കിൽ ഓൻ രാത്രി എന്തുകൊണ്ടാ വരിക? കവറില്ലെങ്കിലോ എന്താ അവസ്ഥ? മറ്റേ പുതിയാപ്പളിനെ കൊണ്ടുപോകുന്ന അരിപ്പം കൊണ്ടുപോകുന്നില്ല, പേര് വില ഉണ്ടോ? ഇല്ല. പള്ളിയിൽ കയറുമ്പോ അള്ളാഹ്ക്കൊന്നും കൊടുക്കില്ല, വല്ല കടപ്പുറത്ത് മൂത്രമൊഴിക്കാനിരിക്കണം, അവർ അങ്ങനെ കുത്തിരിക്കുന്നതാണ്. 2 റക്അത്ത് നിർബന്ധമൊന്നുമില്ലല്ലോ. കബറിൽ വെച്ചു നോക്കണം, മണ്ണിൽ മണ്ണ് കുത്തി നോക്കണം. അപ്പോഴേ ഈ നമസ്കാരത്തിന്റെ വില അറിയൂ, അപ്പോഴേ റവാത്തിബിന്റെ വില അറിയൂ, അപ്പോഴേ ദുഹയുടെ വില അറിയൂ, അപ്പോഴേ തഹജ്ജുദിന്റെ വില അറിയൂ, അപ്പോഴേ ഖുർആന്റെ ഓരോ അക്ഷരത്തിന്റെയും വില അറിയൂ, അപ്പോഴേ പള്ളിയിലിരിക്കുന്ന ഓരോ മിനിറ്റിന്റെയും വില അറിയൂ, അപ്പോഴേ നമ്മൾ സദഖ കൊടുത്തതിന്റെ വില അറിയൂ. അതുവരെ തിരിയില്ലട്ടോ, അതുവരെ മനസ്സിലാവൂല. അതുകൊണ്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ 2 റക്അത്ത് ലഘുവായി നമസ്കരിച്ചു. അപ്പൊ നമ്മുടെ ശ്രദ്ധൊക്കെ നമസ്കാരത്തിലേക്ക് ഒന്ന് വന്നു. ഇനി തഹജ്ജുദ് ആരംഭിക്കുകയാണ്. തഹജ്ജുദിന്റെ പ്രത്യേകത അത് എത്ര റക്അത്ത് നമസ്കരിച്ചു എന്നതിനേക്കാൾ എത്ര ദൈർഘ്യമുണ്ട് എന്നതനുസരിച്ചാണ് കൂലി. 11 റക്അത്ത് വരെ നിസ്കരിക്കാം. 1, 3, 5, 7, 9, 11. എണ്ണത്തിനല്ല കൂലി, ദൈർഘ്യത്തിനാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആരാ സഹോദരന്മാരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ വന്നു, അല്ലാഹുമ്മ റള അൻ ഉസ്മാൻ ഫഇന്നി അൻഹു റാളിൻ. അല്ലാഹുവേ നീ ഉസ്മാനെ പറ്റി തൃപ്തിപ്പെടണം, അദ്ദേഹത്തിൽ ഞാൻ സംതൃപ്തനാണ്. മദീന പള്ളിയിൽ മാ ബൈന ബൈത്തി വ മിംബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പാണെന്ന് പറഞ്ഞ ആ സ്ഥലത്ത് വെച്ച് അഷ്റഫുൽ ഖൽഖ് 2 കൈയും
അള്ളാഹുവിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു ഒരിക്കൽ, അല്ലാഹുമ്മ റളി അൻ ഉസ്മാൻ, അള്ളാഹുവേ ഉസ്മാനെ പറ്റി നീ തൃപ്തിപ്പെടണം. ഫഇന്നി അൻഹു റാദിൻ, ഞാൻ അദ്ദേഹത്തിൽ സംതൃപ്തനാണ്. എപ്പോഴാ പറഞ്ഞതെന്നറിയോ? തബൂക്ക് യുദ്ധത്തിന് 5 പൈസ കയ്യിലില്ല, 5 പൈസ കയ്യിലില്ല. യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ. കാരണം ഈത്തപ്പഴം മുന്തിരിയൊക്കെ പാകമായി വരുന്നേ ഉള്ളൂ. 1 മാസം കൂടി കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാവരുടെ കീശയിലും പോക്കറ്റിൽ പൈസ ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ പൈസ തീരും ചെയ്തു, പുതിയ പൈസ വന്നിട്ടുമില്ല. അങ്ങനെ സമയമുണ്ടല്ലോ. അപ്പോഴാണ് തബൂക്ക് യുദ്ധം നടക്കുന്നത്. ഓർക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു പണക്കിഴി പ്രവാചകന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ആ പണക്കിഴി തുറന്ന് എണ്ണിയപ്പോ 1000 ദിനാർ ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, 5 ദിനാർ കണ്ടിട്ടെന്നല്ല ജീവിതത്തിൽ, കണ്ടോലും അനുഭവിച്ചോലും നേടിയോരാന്റെ മുമ്പിൽ ഇരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇനി യുദ്ധ ഫണ്ടിലേക്ക് ആരും ഒന്നും തരേണ്ടതില്ല. ഒരു യുദ്ധത്തിന്റെ മുഴുവൻ ഫണ്ടും കൊടുക്കാൻ മാത്രം ഔദാര്യവാനായിരുന്ന ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുമ്മ റളി അൻ ഉസ്മാൻ ഫഇന്നി അൻഹു റാദിൻ. ഈ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് മദീന പള്ളി വിപുലീകരിക്കാൻ പൊന്നും വില കൊടുത്ത് സ്ഥലം വാങ്ങി വഖഫ് ചെയ്തത്. ആ മനുഷ്യൻ തഹജ്ജുദ് നിസ്കരിച്ച് എത്രയെന്നറിയോ? 1 റക്അത്താ. ഒരു റക്അത്തേ ഉള്ളൂ. അതെ, ഖുർആൻ മുഴുവൻ ഓതും പെർ ഡേ. 3.5 മണിക്കൂർ സമയം, 3.5 മണിക്കൂർ സമയം ഖുർആൻ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഓതും മഹാനായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, അവര് പോയ സ്വർഗത്തിൽ എങ്ങനെ നമ്മൾ പടച്ചോനോട് ചോദിക്കങ്ങൾ പറയും? 3/4 മണിക്കൂർ തറാവീഹ് നിസ്കരിച്ചാൽ നമ്മളെ കണ്ണുമോറും കാണണ്ടേ? പിന്നെ 10 മിനിറ്റ് പ്രസംഗം. ഇനിയിപ്പോ പ്രസംഗം കൂടിയാ. നമസ്കാരം എന്താപ്പ, എന്തൊരു പ്രസംഗം അത്! മനുഷ്യര് വീട്ടിൽ പോണ്ടേ? 3/4 മണിക്കൂറേ, 3.5 മണിക്കൂർ എല്ലാ ദിവസവും ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതിയ മനുഷ്യന്റെ പേരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. സർട്ടിഫിക്കറ്റ് കിട്ടി. ഉസ്മാനും ഫിൽ ജന്ന, അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, ത്വൽഹത്തും ഫിൽ ജന്ന, സുബൈറും ഫിൽ ജന്ന. കിട്ടിയില്ലേ സഹോദരന്മാരെ? അതുകൊണ്ട് എന്ത് വേണം? ദീർഘമായി സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കണം. ഖുർആനിൽ 100 ചില്ലാനം പ്രാർത്ഥന ഉണ്ട്. പ്രാർത്ഥിച്ചോളി. ഹദീസിൽ പ്രാർത്ഥനയുടെ പ്രളയമാണ്. പ്രാർത്ഥിച്ചോളൂ സുജൂദിൽ കിടന്ന്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മുൻഗാമികൾ ഈ ഹിദായത്തും സ്വർഗവും തഖ്വയും ഒക്കെ ചോദിച്ചു വാങ്ങിയത് തഹജ്ജുദിലാണ്. അപ്പൊ സുജൂദിൽ കിടന്നുകൊണ്ട് ദീർഘമായി പ്രാർത്ഥിക്കുക, ദീർഘമായി നമസ്കരിക്കുക, ദീർഘമായി ഖുർആൻ ഓതുക. ആ ഖുർആൻ ഓതുമ്പോഴോ, നമ്മളിപ്പോ ഇമാമ ഖുർആൻ ഓതുകയാണെങ്കിൽ മസ്ജിദിൽ പിടിച്ചിങ്ങനെ എപ്പോഴാ ഇയാൾ റുക്കൂൾക്ക് പോകണമെന്നല്ലാത്ത വേറൊരു ചിന്ത ഉണ്ടാവില്ല. അങ്ങനെയാണോ വേണ്ടത്? സ്വർഗത്തെ പറ്റി പറയുമ്പോ സ്വർഗം ചോദിക്കണ്ടേ? ചോദിച്ചില്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ? നരകത്തെ പറ്റി പറയുമ്പോൾ ആവർത്തിച്ചോതുന്നു, നരകത്തിൽ നിന്ന് കാവലിനെ തേടുന്നു. പരലോകത്തെ പറ്റി പറയുമ്പോൾ സമയങ്ങളോളം കരയുന്നു. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നിസ്കാരത്തിൽ യാസീൻ ഓതി. നമ്മളിത് മരിച്ചോട്ടുന്ന ഓതുക. ആയത്ത് ഇങ്ങനെ ഓതി, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. പിന്നെ ഓത്ത് കിട്ടണില്ല, പിന്നെ ഓതാൻ പറ്റണില്ല. സ്വാഭാവികമായി ബേക്കിലുള്ള ആളുകൾ മനസ്സിലാക്കിയത് മറന്നുപോയതാ മനുഷ്യനല്ലേ. അപ്പൊ ഓർമ്മപ്പെടുത്തി കൊടുത്തു, അലമ്മഅഹദിലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ വഅൻ അഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. പ്രവാചകന് ഓതാൻ സാധിക്കുന്നില്ല, വീണ്ടും വീണ്ടും ആവർത്തിച്ചോതുന്നു. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. പാപികളെ ഇന്ന് നിങ്ങൾ മാറി നിൽക്കണം, പാപികളെ ഇന്ന് വേറിട്ട് നിൽക്കണം. നല്ല ഭാര്യയുടെ പിന്നിൽ ഒളിച്ചിരുന്ന ഭർത്താവായ ചീത്ത ഭർത്താവ് മാറി നിൽക്കണം. നല്ല ഭർത്താവിന്റെ ബാക്കിൽ ഒളിച്ചിരുന്ന ഭാര്യ മാറി നിൽക്കണം. നല്ല മാതാപിതാക്കളുടെ വീട്ടിൽ കഴിഞ്ഞ ചീത്ത മക്കൾ മാറി നിൽക്കണം. നല്ല മക്കളുടെ കൂടെ മാതാപിതാക്കളായി ചമഞ്ഞവർ മാറി നിൽക്കണം. നമ്മുടെ നേതാവ് കരയാൻ കാരണം എന്താ അറിയോ? അങ്ങനെ അള്ളാഹു വിഭജിക്കുമ്പോ ഞാൻ എവിടെയാ ഉൾപ്പെടുക എന്നാ ഈ മനുഷ്യനെ ചിന്തിക്കേണ്ടതുണ്ടോ? നിങ്ങൾ പറയും. സ്വർഗത്തിൽ ആദ്യമായി കടന്നു പോകുന്ന മനുഷ്യൻ, സ്വർഗത്തിലേക്ക് വലതുകാൽ വെച്ച് ആദ്യമായി കയറുന്ന മനുഷ്യൻ,
ഈ ആയത്തിന്റെ മുമ്പിൽ മിനിറ്റുകളോളം വിതുപ്പിയിട്ടുണ്ടെങ്കിൽ ചോദിക്കട്ടെ എന്നോട് നിങ്ങളോടും, ഏതെല്ലാം ആയത്തുകളിലൂടെയാണ് തറാവിഹിൽ നമ്മുടെ ഇമാമികൾ നമ്മളെ കൊണ്ടുപോകുന്നത്? എന്നോട് നിങ്ങളോടും ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരായത്ത് നമ്മുടെ മനസ്സിൽ ഉടക്കിയിട്ടുണ്ടോ സഹോദരന്മാരെ? ഏതെങ്കിലും ഒരായത്ത് നമ്മുടെ കണ്ണ് നിറച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരായത്ത് നമ്മുടെ തൊണ്ടയിടറിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ പറ്റി പറയുമ്പോൾ സ്വർഗം ചോദിക്കും. ഖുർആൻ പ്രതികരിക്കാനുള്ളതാ. അള്ളാഹ് അങ്ങോട്ട് വർത്താനം പറയാ. അള്ളാഹിന്റെ കലാമാ സഹോദരന്മാരെ. അപ്പൊ അതിന് പ്രതികരണം വേണം. ഹിസാബ്, ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും അല്ലാഹുമ്മ യസ്സിർ അലയ്യ ഹിസാബി എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കണില്ലേ? സ്വർഗത്തെ പറ്റി പറയുമ്പോ, നരകത്തെ പറ്റി പറയുമ്പോ, ശിക്ഷയെ പറ്റി പറയുമ്പം, അനുഗ്രഹത്തെ പറ്റി പറയുമ്പം അതിനോടൊക്കെ ചോദിക്കുകയും കാവലിനെ തേടുകയും ചെയ്തുകൊണ്ടാണ് നിസ്കരിക്കുക. ആസ്വദിക്കണം, എങ്ങനെയെങ്കിലും നിർവഹിച്ച് തീർക്കല്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹജ്ജുദ് നമസ്കരിച്ചിട്ടുള്ളത്. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. സൂറത്ത് മാഇദ ആയത്ത് നമ്പർ 124. ഒരു ദിവസം തഹജ്ജുദിൽ അല്ലാഹുവിന്റെ റസൂല് ആ ഒരായത്ത് മാത്രം ഓതിയത്, വേറൊരായത്ത് ഓതിയില്ല. അപ്പോ അതിന്റെ അർത്ഥം ചിന്തിച്ചിട്ട് ആവർത്തിച്ച് ഓതുകയാണ്. അങ്ങനെ നമ്മൾ ഭക്തിയോടുകൂടി ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം. എന്താ മറുപടി? സുബ്ഹാനല്ലാഹ്. കൽപ്പനയാണ്. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അലാ. ഓതുന്നവനും കേൾക്കുന്നവനും പിന്നെ പറയേണ്ടത് സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അടുത്ത ആയത്ത് ഓതേണ്ടത്. കൽപ്പനയാണ്, നീ തസ്ബീഹ് ചൊല്ല്. സൂറത്ത് ഇസ്രാ അവസാനിക്കണേ വകബ്ബിർഹു തക്ബീറ. തക്ബീർ ചൊല്ല്, അല്ലാഹു അക്ബർ. പറയണം, പ്രതികരിക്കണം. ഖുർആൻ പ്രതികരിക്കാനുള്ളതാ. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. ബലായ ബല, അതെ, അല്ലാഹു നീതിമാന്മാരിൽ ഏറ്റവും നീതിമാനല്ലയോ? അല്ലയോ? ആണ്, ആണെന്ന് പറയണ്ടേ? അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹയ്യൽ മൗതാ. ഇതെല്ലാം സംവിധാനിച്ച അല്ലാഹു രണ്ടാമത് നിങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനല്ലയോ? അല്ലയോ? ബല, പറയണം. അങ്ങനെ പ്രതികരിച്ചുകൊണ്ടാണ് നമസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത്. ശേഷമോ ദീർഘമായ പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞ സാധനമല്ല. നമസ്കാര ശേഷം ഇമാമ് വലത്തോട്ട് തിരിഞ്ഞിന്ന് ഇമാമ് ദ്വാരന്ന് മഅ്മൂമിങ്ങൾ ആമീൻ പറയണ്ടെന്നേ പറഞ്ഞുള്ളൂ. പ്രാർത്ഥന വേണ്ടെന്ന് ആരേ പറഞ്ഞു? ഞാൻ കുറെ കാലമായിട്ട് ആലോചിക്കുന്നത്. ദീർഘമായ പ്രാർത്ഥന. ഒറ്റ ചോദ്യം എന്നോട് നിങ്ങളോടും. രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി പ്രാഥമിക ആവശ്യം നിർവഹിച്ച് ബ്രഷ് ചെയ്ത് ഒളു എടുത്ത് ഡ്രസ്സ് ധരിച്ച് നിസ്കരിക്കുന്നിടത്തെത്താൻ എത്ര മിനിറ്റ് വേണം? ഒരു 15 മിനിറ്റ്. ശരാശരി 15 മിനിറ്റ് കൂട്ടുക. ഓക്കെ, 15 മിനിറ്റ് പ്രാർത്ഥിക്കലുണ്ടോ? നമസ്കാരം കഴിഞ്ഞ് ഏത് നമസ്കാരം ആവട്ടെ ഒരു 15 മിനിറ്റ് പ്രാർത്ഥിക്കലുണ്ടോ? ഇല്ല. കക്കൂസ് പോണ സമയം അള്ളാഹ് മാറ്റി വെക്കാത്തവനെ അള്ളാഹ് പരിഗണിക്കോ? സൂറത്തുൽ ഫുർഖാൻ അവസാനത്തെ ആയത്ത് ഏതാ? ഖുൽ നബിയെ പറയണം, മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹ് നിങ്ങളെ പരിഗണിക്കുകയില്ല. നമ്മളെ ധാരണ അള്ളാഹ് കണ്ടറിഞ്ഞിട്ട് തന്നോളണം. 2ഓ 3ഓ കാര്യം ചോദിച്ചാൽ പിന്നെ ഇപ്പൊ എന്ത് ചോദിക്കാനാ? പടച്ച റബ്ബേ, നമ്മളൊക്കെ ചിലപ്പോ വീട്ടിൽ ചെല്ലുമ്പോ നമ്മളെ പെണ്ണുങ്ങളെ ഫോൺ ചെയ്യും ഇവിടെ വെച്ചിട്ട്. കുറെ കഴിയുമ്പോ ഇങ്ങനെ ആരോട്? കൂട്ടുകാരിയോട്. അള്ളാഹിനോട് സംസാരിക്കാനൊന്നുമില്ല. നമ്മളെ കുട്ടികൾ ഉറങ്ങുന്നത് എത്ര മണിക്കാ? ആരോടാ ഫോൺ ചെയ്യുന്നത്? കൂട്ടുകാരോട്. അള്ളാഹിനോടോ? ഒന്നുമില്ല. ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. ദുആ അദ്ദുആഉ ഹുവൽ ഇബാദ. അഫ്ദലുൽ ഇബാദത്തി അദ്ദുആ. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന. ഇബ്രാഹിം മില്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം മുഴുവൻ പ്രാർത്ഥനയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം എവിടെ പറയോ അവിടെ അദ്ദേഹത്തിന് പ്രാർത്ഥന ഉണ്ടാവും. നോക്കേണ്ടി, പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് നമസ്കാര ശേഷം ദീർഘമായി ഇഹപര കാര്യങ്ങൾ പ്രാർത്ഥിക്കണം. ഒരാൾ ഒരു ദിവസം 3 പ്രാവശ്യം അല്ലാഹുവേ നീ എന്നെ സ്വർഗത്തിൽ കടത്തണേ എന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗം അവന് വേണ്ടി പ്രാർത്ഥിക്കും.
ഒരാൾ ഒരു ദിവസം റബ്ബേ എന്നെ നീ നരകത്തുനിന്ന് കാക്കണേ എന്ന് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ നരകം അവന് വേണ്ടി പ്രാർത്ഥിക്കും. അതിന് പണ്ഡിതന്മാർ പ്രാർത്ഥനയുണ്ടാക്കി, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ എന്ന് 3 പ്രാവശ്യമെങ്കിലും സഹോദരന്മാരെ നമ്മൾ നമസ്കാര ശേഷം റബ്ബിനോട് പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ലോകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബന ഗഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, റബ്ബന ഞങ്ങളുടെ തമ്പുരാനെ ഇഗ്ഫിർലി നീ എനിക്ക് മാപ്പ് നൽകണം, വലിവാലിദയ്യ എന്റെ മാതാപിതാക്കൾക്ക് മാപ്പ് കൊടുക്കണം, വലിൽ മുഅ്മിനീൻ വിശ്വാസികളായ എല്ലാവർക്കും നീ മാപ്പ് കൊടുക്കണം. എപ്പോ? യൗമ യഖൂമുൽ ഹിസാബ്. ഉടുതുണിയില്ലാതെ നഗ്നപാതനായി ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രൂപത്തിൽ എത്ര വർഷമാണോ ഈ ദുനിയാവിൽ ജീവിച്ചത്, അതിന്റെ ഓരോ നിമിഷത്തെ പറ്റിയും ഓരോ നയാ പൈസയെ പറ്റിയും ഓരോ നോട്ടത്തെ പറ്റിയും ഓരോ കേൾവിയെ പറ്റിയും ഓരോ സംസാരത്തെ പറ്റിയും ഓരോ ചലനത്തെ പറ്റിയും അതിശക്തമായ വിചാരണക്ക് റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, റബ്ബേ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. 4000 കൊല്ലം മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ പ്രാർത്ഥനയിൽ ഒരുപാട് പാഠമുണ്ട്. ഒന്ന്, പ്രാർത്ഥനയുടെ ക്രമം ആദ്യം തനിക്ക് വേണ്ടി, പിന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി. ഈ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താ അറിയോ? ഒന്ന്, അത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹ് പറഞ്ഞു വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പറയണം, കൽപ്പനയാണ്. ഒന്ന്. രണ്ടാമത്തത്, നമ്മളൊക്കെ ജീവിച്ചിരിപ്പുള്ള കാലഘട്ടത്തിൽ മാതാപിതാക്കളോട് മോശമായി പെരുമാറിയിട്ടുണ്ടാവും. പിന്നെ കുത്തുബൊക്കെ കേട്ട് ക്ലാസ്സൊക്കെ കേട്ട് ഇതൊക്കെ മനസ്സിലാക്കിയപ്പോഴത്തേനും വാപ്പ മരിച്ചുപോയി. എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരാൾ ചോദിച്ചതാ, പ്രവാചകരെ ഞാൻ എൻ്റെ വാപ്പനോട് വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട് ജാഹിലിയ കാലത്ത്. ഇപ്പോഴാണ് എനിക്ക് എൻ്റെ ഗൗരവം മനസ്സിലായത്. മാപ്പ് ചോദിക്കാൻ ബാപ്പ ജീവിച്ചിരിപ്പില്ല, എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബാപ്പക്ക് വേണ്ടി നല്ലോണം പ്രാർത്ഥിച്ചോ, നല്ലോണം പ്രാർത്ഥിച്ചോട്. ആ പ്രാർത്ഥന എത്ര കൂട്ടാൻ പറ്റുമോ അതനുസരിച്ച് അല്ലാഹു നിന്നിൽ നിന്ന് മാതാപിതാക്കളോട് സംഭവിച്ചു പോയ ആ പെരുമാറ്റ ദൂഷ്യം മാപ്പ് നൽകും. അതാണ് ഇതിന്റെ പ്രാധാന്യം. രണ്ടാമത്തത്, അതുകൊണ്ട് സഹോദരങ്ങളെ, തഹജ്ജുദിലെ സുജൂദിൽ കിടന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കണം, ദീർഘമായി നമസ്കരിക്കണം. ഖുർആൻ ഓതാൻ അറിയില്ലേ? നോക്കി ഓതിക്കോളി. കാണാതെ അറിയോ? ഏതാ അറിയാ? സൂറത്തുൻ നബ ആവർത്തിച്ചോദിക്കോളി, ആവർത്തിച്ചോദിക്കോളി. ഒരു വിരോധമില്ല. നമുക്കൊരു സൂറത്തെ അറിയുള്ളൂ, ആവർത്തിച്ചോദിക്കോളി. അതല്ല മൊബൈലിൽ ഖുർആനുണ്ടോ, നോക്കി ഓതിക്കോളി, ഒരു വിരോധമില്ല. ദീർഘമായി നമസ്കരിക്കണം, ദീർഘമായ റുക്കൂ, ദീർഘമായ സുജൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞല്ലോ, പ്രവാചകരെ എനിക്ക് നിങ്ങളുടെ സ്വർഗത്തിൽ വരണം, നിങ്ങളെ കൂടെ വരണം. എന്താ മാർഗം? ഫഅഇന്നി അലാ ദാലിക ബികത്റത്തി സുജൂദ്. നീ സുജൂദ് വർദ്ധിപ്പിക്കുന്ന പറഞ്ഞത്. എങ്കിൽ നിനക്ക് എന്റെ കൂടെ സ്വർഗത്തിൽ വരാം. ആരെ കൂടെ? ലോകത്ത് മനുഷ്യ നേതാവിന്റെ കൂടെ. അത്രക്ക് പവറുള്ള ഇബാദത്തിന്റെ പേരാണ് നമസ്കാരം. അതിലാണ് ഒരു ദിവസം നമ്മൾ ആരംഭിക്കുന്നത്. തഹജ്ജുദ് നമസ്കരിക്കുന്നു, ദീർഘമായി പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് സുബഹി ബാങ്ക് കൊടുക്കുന്നു. ബാങ്ക് കൊടുക്കുമ്പോഴുള്ള മര്യാദ എന്താ? ബാങ്ക് എന്തിനാ സഹോദരന്മാരെ? ബാങ്ക് കൊടുത്തോ എന്ന് പറയാനാ? അല്ല. സമയം പോയത് അറിഞ്ഞില്ല അത് പറയാനാ? അല്ല. ബാങ്ക് കേൾക്കുമ്പോ അതുപോലെ പറയണം. ഒന്നാമത്തെ പ്രതിഫലം അതിനാ കേൾപ്പിക്കുന്നത്. 2, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേൾക്കുമ്പോ എന്താ പറയേണ്ടത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. പോരാ, ഒന്നുകൂടെ പറയണം. വ അന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റദീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനാ എന്ന് ഒരാൾ അഷ്ഹദു കേൾക്കുമ്പോൾ പറഞ്ഞാൽ ഗുഫിറ ലഹു ദംബ, അവന്റെ എല്ലാ ചെറുപാപങ്ങളും പൊറുക്കും 5 നേര. എന്തിനാണെന്നറിയോ? വീട്ടിൽ പോയിട്ടേ ഖുർആൻ എടുക്കുക. സൂറത്തു ത്വാഹ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ കഹ്ഫ് കഴിഞ്ഞാൽ മറിയം കഴിഞ്ഞാൽ ത്വാഹ. അതിന്റെ ഏകദേശം അവസാന ഭാഗത്ത് നിങ്ങൾക്കൊരായത്ത് കാണാം. ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമാ ഫഇന്ന ലഹു ജഹന്നമ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. ഒരു പാപവുമായി, ഒറ്റ പാപവുമായി പരലോകത്ത് നിങ്ങൾ വന്നാൽ സ്വർഗ്ഗങ്ങൾക്കില്ല. ഫഇന്ന ലഹു ജഹന്നമ, അവന് പോകാനുള്ള സ്ഥലം നരകമാണ്. ഒരു പാപം അവശേഷിക്കാത്ത വിധം ഇവിടുന്ന് പൊറുപ്പിക്കണം. അതിന് പാപമോചനത്തിന് അള്ളാഹു വെച്ച മാർഗങ്ങൾ നിരവധിയാണ്. അതിലൊന്നാണ് ബാങ്ക്. കേൾക്കുന്നുണ്ടോ? അള്ളാഹ് കേൾപ്പിച്ചെന്തിനാ അറിയോ?
എപ്പോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കഴിഞ്ഞ് സ്വലാത്തു ചൊല്ലി അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ എന്ന ദുആ ചൊല്ലിയാൽ ഹല്ലത്ത് ലഹു ശഫാഅത്തി, അവർക്ക് എന്റെ ശുപാർശ അനുവദനീയമായി. പ്രവാചകൻ നടത്തുന്ന അശ്ശഫാഅത്തുൽ ഉദ്മ എന്ന ശുപാർശയിൽ നമുക്ക് പ്രവേശനം കിട്ടി. അതിനാണ് സഹോദരങ്ങളെ ബാങ്ക് കേൾപ്പിക്കുന്നത്. അപ്പൊ അതിനുള്ള പ്രതിഫലം അപ്പൊ വാങ്ങി വെക്കണം. വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കണം. വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിച്ചാലുള്ള കൂലി 25 ഇരട്ടിയാണ്. ഫർദ് നിസ്കാരം പള്ളി വന്ന് ഇമാമും ജമാഅത്തും അങ്ങ് നമസ്കരിച്ചാൽ 27 ഇരട്ടിയാണ്. അത് പള്ളിയിൽ നിന്നാ കൂലി. റവാത്തിബ് നമസ്കരിക്കേണ്ടത് വീട്ടിൽ നിന്നാ, അത് 25 ഇരട്ടി കൂലിയുണ്ട്. മാത്രമല്ല സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിലാവട്ടെ നാട്ടിലാവട്ടെ രോഗിയാവട്ടെ ഒഴിവാക്കിയിട്ടില്ല. അത്ര മഹത്വമുള്ളതാണ്. റക്അതൈ മിനൽ ഫജ്ർ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ദുനിയാവും ഇന്ത്യ മാത്രല്ല, ഏഷ്യ മാത്രല്ല, ദുനിയാവ് 200 ചില്ലാനം രാഷ്ട്രം, അതിലുള്ള സകല സമ്പത്തും നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഖൈറാണ് റക്അതൈ മിനൽ ഫജ്ർ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, എങ്ങനെ കണക്കൂട്ട സഹോദരന്മാരെ അതിന്റെ മഹത്വം? ലോകം മുഴുവൻ നിനക്ക് കിട്ടുന്നതിനേക്കാൾ ഖൈറാണ് സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും കാരണവശാൽ സുബഹി നമസ്കാരത്തിന് മുമ്പ് അത് നിർവഹിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സുബഹി നമസ്കാര ശേഷം നിർവഹിക്കുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. വിട്ടുകളയാൻ പാടില്ല. അതിൽ ഓതുന്ന സൂറത്തോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏതാണ്? ഖുൽ വല്ലാഹു അഹദും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. എന്താ സൂറത്തിന്റെ പ്രത്യേകത എന്നറിയോ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ലാ ഇലാഹ എന്നതിന്റെ വിശദീകരണമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഇല്ലല്ലാഹ് എന്നതിന്റെ വിശദീകരണമാണ്. അപ്പൊ ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി തന്റെ ജീവിതം ആരംഭിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അതാണ് ആ സൂറത്ത്. ആ സൂറത്തിന്റെ പ്രത്യേകത സുബഹി നമസ്കാരത്തിന് സൂറത്ത് സുന്നത്തിൽ മാത്രമല്ല, മഗ്രിബിന്റെ സുന്നത്തില്, തഹയ്യത്തില്, തവാഫ് കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരത്തിലും ഈ സൂറത്ത് ഓതൽ സുന്നത്താണ് എന്ന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. അത് ശ്രദ്ധിച്ചാൽ ആ കൂലി കൂടി കിട്ടും. അങ്ങനെ സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷം ഒരൽപ്പം ചെരിഞ്ഞ് വീട്ടിൽ കിടക്കൽ സുന്നത്താ. ഒരൽപ്പം കിടക്കും റസൂലുള്ളാഹ് ജമാഅത്ത് തുടങ്ങുന്നതിന് മുമ്പ്. ഇനിയും ഒരുപാട് സുന്നത്തുകൾ. ഞാനത് പറഞ്ഞെന്തിനറിയോ? ഒരു ദിവസം നമ്മൾ എങ്ങനെ ചെലവഴിക്കണമെന്ന് കൃത്യമായി പഠിക്കുകയും അതേപോലെ തന്നെ നിർവഹിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ പ്രതീക്ഷയോടുകൂടി ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകാൻ സാധിക്കുള്ളൂ സഹോദരന്മാരെ. അതുകൊണ്ടാണ് ഒരു 2-3 ആഴ്ച എടുത്താലും തരക്കടില്ല ഈ കാര്യമൊന്ന് സൂചിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. മലക്കുകൾ സ്വാഗത ഗാനം ആലപിച്ച് പച്ചപ്പരവതാനി വിരിച്ച് 2 കൈയും നീട്ടി സ്വീകരിച്ചു കൊണ്ടുപോകുന്ന ആത്മാക്കളായി നമ്മുടെ ആത്മാക്കൾ മാറാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം, നമ്മിൽ തുടക്കം കുറിക്കണം. അല്ലാഹു അതിനെല്ലാം നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽ ഫായിസീന ബിറിദല്ലാഹ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിൻ്റെ നിയമാവലികൾ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, ഒളുവെടുക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, സുബഹി ബാങ്ക് കൊടുക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച. കേരളത്തിൽ 19 കൊല്ലമായി തൗഹീദി പ്രബോധന രംഗത്ത് വളരെ സ്തുത്യർഹമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അയൽവാസിയും എൻ്റെ ഗുരുനാഥനുമായ MM മുഹമ്മദ് മദനി ഇന്നലെ രാത്രി അന്തരിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. വലിയ സൗഭാഗ്യത്തിൻ്റെ ഉടമസ്ഥനാണ്. പ്രവാചകൻ്റെ ഹദീസ് അനുസരിച്ച് ജുമുഅ ദിവസമോ വെള്ളിയാഴ്ച രാവോ ഒരാൾ മരിച്ചാൽ അയാൾക്ക് വിചാരണയില്ല, അയാൾക്ക് രക്തസാക്ഷിയുടെ ഫലമുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് അത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
വന്നുപോയ അബദ്ധങ്ങൾ അള്ളാഹ് പുറത്തു കൊടുക്കുകയും നമ്മയും അദ്ദേഹത്തെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്കെല്ലാവർക്കും നീ വിട്ടുപുറത്ത് മാഫാക്കി തരണേ തമ്പുരാനെ. ഈ പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ കുടുംബസമേതം നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. യഥാർത്ഥമായ ഈമാനും തഖ്വയും ഇഖ്ലാസും മരണം വരെ മുറുകെ പിടിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങൾ കച്ചവടത്തിലും കൃഷിയിലും വരുമാനത്തിലും ജീവിത ഉപാധികളിലും സന്താനങ്ങളിലും ഇണകളിലും കുടുംബജീവിതത്തിലും ആരോഗ്യത്തിലും ആയുസ്സിലും നീ ഖൈറും ബർക്കത്തും പുരോഗതിയും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. മാറാവ്യാധി മാരക രോഗത്തെ തൊട്ട് താങ്ങാനാവാത്ത പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാം നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയിട്ടുള്ള എല്ലാവർക്കും മാതാപിതാക്കളടക്കം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വഖാദിൽ ഹാജാത്ത്. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.